ശ്രീ സേനാപതി വേണു, ഈ രാഹുൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് തന്നെ പോകും, അതിലൊരു സംശയവുമില്ല. കാരണം സുപ്രീം കോടതി തന്നെ അതിനെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. രണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ വെച്ച് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഏതാണ്ട് 65 ലക്ഷത്തിനടുത്ത ആളുകളെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ അതിലൊരു വലിയ വിഭാഗം നുഴഞ്ഞുകയറ്റക്കാരാണ്. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി ഇവിടേക്ക് കടന്നു വന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കാണ് വോട്ടവകാശം നൽകേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ നുഴഞ്ഞു കയറി വരുന്നവർക്ക് വോട്ടവകാശം നൽകാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വോട്ടർ പരിഷ്കരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ അതിന് മറുപടി ഒന്ന്, ഇപ്പൊ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, അങ്ങ് ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച ജഡ്ജിമാരുടെ ഒരു നാട്. തലേദിവസം ഇരിക്കുന്ന ജഡ്ജി പിറ്റേ ദിവസം രാജ്യസഭ MP ആയിട്ട് BJPയുടെ വക്താവ് പിറ്റേ ദിവസം ഹൈക്കോടതി ജഡ്ജിയാകുന്നതും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നു. അപ്പൊ പിന്നെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അത് വരട്ടെ. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, തലേദിവസം റിട്ടയർ ആകുന്ന ജഡ്ജി പിറ്റേ ദിവസം BJPയുടെ രാജ്യസഭ MP. അദ്ദേഹം റിട്ടയർ ആകുന്നുണ്ടോ എന്നുള്ളതല്ല, ചൈന ഭാരതത്തിന്റെ ഭൂമി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആണല്ലോ പറഞ്ഞത്. 20 ഇന്ത്യൻ സൈനികർ, അതിലൊരു കേണൽ ഉൾപ്പെടെ എന്താ പറഞ്ഞ മരണപ്പെടുന്ന, വീരമൃത്യു വഹിക്കുന്ന ഒരു സാഹചര്യം 1962 ശേഷം ചൈനയുമായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോഴാണ്. ആ സാഹചര്യം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴല്ല ഉണ്ടായത്, അതിനിടയ്ക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി മലയാളിയായിട്ടുള്ള AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, ചൈന പലപ്പോഴും AK ആന്റണി ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല, അതിർത്തിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പറഞ്ഞത്. അല്ല, ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ചൈനയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ 1962 ശേഷം ഇന്ത്യയുടെ ഒരു ബറ്റാലിയന്റെ കമാൻഡർ, കേണൽ ഉൾപ്പെടെ 20 പേര് വീരമൃത്യു വഹിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായി. ശ്രീ സേനാപതി വേണു, 62 ശേഷം പലപ്പോഴും ചൈന നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു കയറുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത്. പക്ഷേ കോൺഗ്രസ് ഭരണകൂടം സൈന്യത്തിന് ഒരു നിർദ്ദേശവും നൽകിയില്ല തിരിച്ചടിക്കാൻ. ഈ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഗാൽവനിലെ വിഷയത്തിൽ ശക്തമായ തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം അതിനുള്ള നിർദ്ദേശം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. AK ആന്റണി തന്നെ പറഞ്ഞതാണ്, ചൈന പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും ചെയ്യാറില്ല, നമുക്ക് ഭയമാണ് എന്ന നിലയിൽ AK ആന്റണി ലോക്സഭയിൽ പറഞ്ഞതാണ്. ഗൗതമേ 20 സൈനികർ, അത് ഒരു സൈന്യത്തിന്റെ ഒരു ബറ്റാലിയന്റെ കമാൻഡർ ഉൾപ്പെടെയുള്ള ആളുകൾ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നേ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഞാൻ സുമിത്തിനോട് വളരെ വിനീതമായിട്ട് ചോദിക്കുന്നു, ഇരട്ട വോട്ടിന്റെ പ്രശ്നം രാജ്യത്തില്ലെങ്കിൽ എന്തിനാ സുരേന്ദ്രൻ 5-6 കൊല്ലക്കാലം അദ്ദേഹം ഈ കേസുമായിട്ട് നടക്കേണ്ടി വന്നത്? താൻ തോറ്റത് ഇരട്ട വോട്ടിന്റെ ബലത്തിലാണെന്ന്. ഇവിടെ നമ്മുടെ ബഹുമാന്യായ ജയപ്രസാദ് സാർ പറയുന്നത് ഇതൊക്കെ ബൂത്ത് ഏജന്റ് നോക്കുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഈ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോക്കാനുള്ള കാരണം ഇരട്ട വോട്ടാണ് എന്നുള്ളത്. അപ്പോ ഇരട്ട വോട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു, ഈ കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഈ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾ, രാഹുൽ ഗാന്ധി നിശ്ചയമായിട്ടും പോരാട്ടങ്ങൾ നടത്തും. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾ അദ്ദേഹം ഓരോന്നായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഡിജിറ്റൽ തെളിവുകൾ വേണം. അത് അനുരാഗ് ഠാക്കൂറിന് കൊടുത്തു. ഇനി അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച്, അതിനെക്കുറിച്ച് അനുരാഗ് ഠാക്കൂർ പറഞ്ഞായിരുന്നല്ലോ, 3 മൈമുനയുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഒരു നാട്ടിലെ വീട്ടുപേര്, ഇപ്പോ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം ചെരുവിള പുത്തൻപീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഉള്ള വീട്ടുപേരാ. തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിൽ വന്ന് താമസിക്കുന്ന 90% ആളുകളുടെ പേര് ചെരുവിള പുത്തൻപീടാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തെയോ പ്രദേശത്തെയോ അഡ്രസ് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തു എന്നത് അതൊന്നും അപരാധമല്ല, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ തൃശ്ശൂരത്തെ പ്രശ്നം അതല്ലല്ലോ. തൃശ്ശൂരത്തെ പ്രശ്നം ഇവിടെ മാറി മാറി ശ്രീ സുമിത് ജോർജും അതോടൊപ്പം തന്നെ ജയപ്രസാദും പറയുന്ന ഒരു കാര്യമുണ്ട്, 2 വോട്ടർ പട്ടികയിൽ പേര് വന്ന 2 എങ്ങനെയാണ് സാർ ഒരാളുടെ വോട്ടർ പട്ടികയിൽ പേര് വരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ടല്ലോ, 6 മാസം തുടർച്ചയായി ഒരിടത്ത് താമസിച്ചിടത്ത് മാത്രമേ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുള്ളൂ. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഫോം 6 പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് പേര് വെട്ടിമാറ്റിയിട്ട് വേണ്ടേ? 2 ഇലക്ഷൻ ID കാർഡ് കൈവശം വെക്കുന്നത് കുറ്റകൃത്യമല്ല എന്ന് ജയപ്രസാദിനെ പോലെ ഒരാൾ പറയുമ്പോൾ, വോട്ട് ചെയ്തില്ല എന്നുള്ളതല്ല പ്രശ്നം.
ഇത് രണ്ടെണ്ണം കൈവശം വെക്കുന്നത്. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? ഞങ്ങൾ തൃശ്ശൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സുരേഷ് ഗോപി, ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വോട്ട് ചേർത്തില്ലല്ലോ, ചേർത്തോ? രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വന്ന് മത്സരിച്ചു, അദ്ദേഹം വയനാട്ടിൽ വോട്ട് ചേർത്തില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി വോട്ട് ചേർത്തില്ലല്ലോ. ഇവിടെ നിന്ന് CM സ്റ്റീഫൻ ഡൽഹിയിൽ പോയി മത്സരിച്ചു, അവിടെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തിട്ടല്ലല്ലോ. 6 മാസം തുടർച്ചയായി ഒരാള് ഒരിടത്ത് താമസിച്ച് അവിടുത്തെ സ്ഥിരതാമസം 6 മാസമായി താമസക്കാരനാണെങ്കിൽ മാത്രമേ അവിടെ വോട്ടർ ഡോക്ടർ കെ ജയപ്രസാദിന് അതിന് മറുപടി നൽകാൻ സാധിക്കും. ഡോക്ടർ കെ ജയപ്രസാദ്, ഇപ്പോൾ സേനാപതി വേണു ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറയാം. ഒപ്പം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഈ രാഹുലും കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ പോലും ഇപ്പോൾ വലിയ തോതിലുള്ള അട്ടിമറി നടക്കുന്നുവെന്ന വിമർശനമൊക്കെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികള് ഗൗതം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഗൗതം ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ച് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നുവെങ്കിൽ മാത്രമേ, കാരണം ഞാൻ അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംശയത്തിൽ നിൽക്കുക. നിങ്ങൾ സുപ്രീം കോടതി ചോദിച്ച വേറൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? തലേദിവസം രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസം അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷണറായി മാറുന്നു. ഇവിടെ എന്താ അത്യാഹിതം ഉണ്ടായ? അതിർത്തിയിൽ ബോംബ് പൊട്ടുവല്ലോ ചെയ്തോ? നേരം വെളുത്തപ്പോഴത്തേക്കും തലേദിവസം രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ. ഇപ്പോഴത്തെ 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി ഒരാരോപണം ഞങ്ങൾ ഉന്നയിക്കുന്നു. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ സെക്രട്ടറിമാരായി വളരെ വർഷങ്ങളിരുന്ന ആളുകളാണ്. അവരൊക്കെ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വന്നിട്ട് എല്ലാവരും ഹോളി കൗവാണ്, വിശുദ്ധ പശുവാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അത് ജനങ്ങൾക്ക് സംശയമുണ്ട് ഗൗതം. ആ സംശയം കോൺഗ്രസ് ഉന്നയിക്കും.